ഹായ് ആൾ. മൈക്രോബയോളജിയുടെ ബേസിക്സ് വളരെ ബ്രീഫായിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ വേഗത്തിൽ പഠിക്കാനുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. ഐ എം ഡോക്ടർ കവിത MK, PhD ഇൻ മെഡിക്കൽ മൈക്രോബയോളജി. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസായിട്ട് ഹൗ ടു ഐഡൻറ്റിഫൈ ബാക്ടീരിയ എന്ന ടോപ്പിക്കായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിലാദ്യത്തെ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞു ഹൗ ടു കളക്ട് ദ സാമ്പിൾസ് ആൻഡ് ഹൗ ടു മൈക്രോസ്കോപ്പിക്കലി ഒബ്സർവ് ദം വിത്ത് സ്റ്റെയിനിങ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെയിനിങ് ടെക്നിക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കൾച്ചർ മീഡിയ എന്തൊക്കെയാണ് കൾച്ചർ മീഡിയ യൂസ് ചെയ്യുന്നത് ആൻഡ് ഹൗ ദേ ആർ ടെക്നിക്സ് മെത്തേഡ്സ് എന്തൊക്കെയാണ്. എയറോബിക് കൾച്ചർ മെത്തേഡ്സ് ആയിരുന്നു നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നൗ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് അനേറോബിക് കൾച്ചർ മെത്തേഡ്സ്. അനേറോബ്സ് എന്ന് വെച്ചാൽ ഓക്സിജൻ റിക്വയർമെൻറ്റ് ഇല്ലാത്ത, ഓക്സിജന്റെ ആബ്സെൻസിൽ മാത്രം ഗ്രോ ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് അനേറോബിക് ഓർഗാനിസംസ്. So as you know, obligate anaerobes are there, that is they are strict anaerobes. ഓക്സിജന്റെ പ്രസൻസ് അവർക്ക് ഉണ്ടാവാനേ പാടില്ല. ദേ ക്യാൻ ഗ്രോ ഓൺലി ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. അങ്ങനെയുള്ള ഓർഗാനിസംസിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അനേറോബിക് കൾച്ചർ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇവാക്വേഷൻ ആൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡാണ്. ഇവാക്വേഷൻ ആൻഡ് റീപ്ലേസ്മെന്റ്, അതായത് ഒരു ജാറിനകത്തുള്ള അല്ലെങ്കിൽ ഒരു ചേംബറിനകത്തുള്ള ഓക്സിജൻ കംപ്ലീറ്റ്ലി ഇവാക്വേറ്റ് ചെയ്തിട്ട് അവിടെ വേറൊരു ഗ്യാസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ആ ഒരു മെത്തേഡാണ് ഇവാക്വേഷൻ ആൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇതിൽ മക്കിൻടോഷ് ആൻഡ് ഫിൽസ് അനേറോബിക് ജാറാണ് ഏറ്റവും പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്. യു ക്യാൻ സി മെറ്റൽ ജാറും ഉണ്ട്, പ്ലാസ്റ്റിക് ജാറും ഉണ്ട്. സോ മക്കിൻടോഷ് ജാറാണ് ഏറ്റവും പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന അനേറോബിക് കൾച്ചർ മെത്തേഡ്. വേറൊരു മെത്തേഡാണ് അനോക്സോമാറ്റ്. അനോക്സോമാറ്റ് എന്ന് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കലി, മക്കിൻടോഷ് ഫിൽസ് ജാറിൽ നമ്മൾ മാനുവലി ചെയ്യണമായിരുന്നു. ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇതിനകത്തുള്ള എയർ ഇവാക്വേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഓക്സിജൻ ഇവാക്വേറ്റ് ചെയ്ത് അവിടെ ഹൈഡ്രജൻ ഗ്യാസ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ഈസിയാണ്, ഹൈലി ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് അനോക്സോമാറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് അബ്സോർപ്ഷൻ ഓഫ് ഓക്സിജൻ ബൈ കെമിക്കൽ മെത്തേഡ്സ് ആണ്. ഇവിടെ ഓക്സിജൻ ആ ചേംബറിനകത്ത് അല്ലെങ്കിൽ ആ ജാറിനകത്തുള്ള ഓക്സിജനെ അബ്സോർബ് ചെയ്യാണ് മെത്തേഡ്. മോസ്റ്റ് യൂസ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഗ്യാസ് പാക്ക് സിസ്റ്റം ആണ്. ഗ്യാസ് പാക്ക് സിസ്റ്റം. സോ ഹിയർ യു ക്യാൻ സി ഇതൊരു ജാർ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് പെട്രി ഡിഷസ്, ഇനോക്കുലേറ്റഡ് പെട്രി ഡിഷസ് നമുക്ക് ഇതിനകത്ത് വെക്കാം. ആൻഡ് ദർ ഇസ് എ പൗച്ച്, ഒരു എൻവലപ്പ് ഉണ്ട് വിച്ച് കണ്ടെയ്ൻസ് സോഡിയം ബൈകാർബണേറ്റ് ആൻഡ് സോഡിയം ബോറോഹൈഡ്രേറ്റ്. ദെൻ ക്ലാമ്പ് ഒക്കെ ഉണ്ട്, നമുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്യാം. ആൻഡ് ഒരു പലേഡിയം കാറ്റലിസ്റ്റ് പെല്ലറ്റ്സ് ഈ മെറ്റൽ ലിഡിന്റെ മേലെ ഉണ്ടായിരിക്കും. സോ ഇതാണ് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്ത് ഇവിടെ കംപ്ലീറ്റ് അനേറോബയോസിസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ അനേറോബിക് ഇൻഡിക്കേറ്റർ ആണ് ഇവിടെ മെഥിലിൻ ബ്ലൂ. ഈ ഒരു കളർ ഉണ്ടെങ്കിൽ അനേറോബയോസിസ് കംപ്ലീറ്റ് ആണെന്ന് പറയാം. ഇതാണ് ഗ്യാസ് പാക്ക് സിസ്റ്റം. മറ്റൊരു മെത്തേഡാണ് അനേറോബിക് ഗ്ലൗ ബോക്സ്. അനേറോബിക് ഗ്ലൗ ബോക്സ് എന്ന് പറയുന്നത് ഈസി പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഇൻക്യുബേഷൻ, എക്സാമിനേഷൻ ഒക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാം. സോ ഹിയർ ഇവിടെ ഒരു ഗ്ലൗസ് കാണാം. സോ വി വിൽ ബി ഇൻസേർട്ടിങ് അവർ ഹാൻഡ്സ് ത്രൂ ദിസ് ഗ്ലൗസ്. സോ ഇതിനകത്ത് ഒരു കംപ്ലീറ്റ് അനേറോബിക് ആയിട്ടുള്ള ചേംബറാണ്. സോ ഓക്സിജൻ എക്സ്പോഷർ ഉണ്ടാവുന്നേ ഇല്ല. നമുക്ക് ഈ ഒരു ഗ്ലൗവിലൂടെ ആയിരിക്കും നമ്മൾ ഹാൻഡ്സ് ഇട്ടിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് ഇതിനകത്തുള്ള വർക്ക് ഒക്കെ ചെയ്യുന്നത്. സോ കംപ്ലീറ്റ് അനേറോബിക് process is available here. And reducing agents also can be used. Reducing agents എന്ന് പറയുന്നത് ഗ്ലൂക്കോസ്, തയോഗ്ലൈക്കലേറ്റ്, കുക്ക്ഡ് മീറ്റ് പീസസ്, RCM, ദാറ്റ് ഈസ് റോബർട്ട്സൺസ് കുക്ക്ഡ് മീറ്റ് ബ്രോത്ത് ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത് ഓക്സിജനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസസ് ആണ് ഈ ഗ്ലൂക്കോസ്, തയോഗ്ലൈക്കലേറ്റ് ആൻഡ് ഓൾസോ കുക്ക്ഡ് മീറ്റ് പീസസ്. സോ കോളനി മോർഫോളജി വെച്ചിട്ടാണ് നമ്മൾ ഓർഗാനിസംസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോളനി മോർഫോളജി വെച്ചിട്ട് ഓർഗാനിസംസ് ഐഡന്റിഫൈ ചെയ്യാം. നമ്മൾ അതിൻ്റെ സൈസ് നോക്കും. സൈസ് അതായത് സ്മോൾ, മോഡറേറ്റ്, ലാർജ് എന്നൊക്കെയുള്ള രീതിയിൽ അതിൻ്റെ സൈസ് എങ്ങനെയാണെന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും. അതേപോലെ ഷേപ്പ്, റൗണ്ട് ആണോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ, കൺസിസ്റ്റൻസി മ്യൂക്കോയിഡ് ആണോ അല്ലെങ്കിൽ റഫ് ആണോ ഡ്രൈ ആണോ എന്നൊക്കെയുള്ള രീതിയിൽ. ദെൻ കളർ, അതിൻ്റെ പിഗ്മെന്റേഷൻ, ദാറ്റ് ഇസ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് കളർ വിൽ ബി ദെയർ. റെഡ് കളേർഡ് അല്ലെങ്കിൽ പിങ്ക് കളേർഡ് അല്ലെങ്കിൽ ഗ്രീൻ കളേർഡ് ഒക്കെ ആയിട്ടുള്ള കോളനീസ് ഉണ്ടാവാം. സോ പിഗ്മെന്റ് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാം. കൂടാതെ ഹീമോലൈസിസ്, ദാറ്റ് ഇസ് ബ്ലഡ് അഗർ ഒക്കെ ആണെങ്കിൽ ഹീമോലൈസിസ്, RBC ലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന രീതിയിൽ നമുക്ക് ഈ ഓർഗാനിസംസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.
ഐഡന്റിഫിക്കേഷൻ കഴിഞ്ഞാൽ ആ ഒരു കോളനി മോർഫോളജി വെച്ചുള്ള ഐഡന്റിഫിക്കേഷൻ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ബയോകെമിക്കൽ ടെസ്റ്റ് ആണ്. പലതരത്തിലുള്ള ബയോകെമിക്കൽ ടെസ്റ്റ് മൈക്രോ ഓർഗാനിസംസ് ഐഡന്റിഫിക്കേഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊരു ടെസ്റ്റാണ് കാറ്റലൈസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. കാറ്റലൈസ് ടെസ്റ്റ് കാറ്റലൈസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഓർഗാനിസംസിന്റെ ഒരു സസ്പെൻഷൻ ഉണ്ടാക്കുക, അതിലേക്ക് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു തരത്തിലുള്ള ഒരു എഫർവെസൻസ് കാണാൻ പറ്റുവാണെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡിനെ ഈ ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്ത കാറ്റലൈസ് എൻസൈം അതിനെ ഡിസ്ട്രോയ് ചെയ്തിട്ട് അവിടെ ഒരു ഓക്സിജൻ പ്രൊഡക്ഷൻ, അവിടെ ഒരു റിയാക്ഷൻ ഉണ്ടായിട്ട് അവിടെ ഓക്സിജൻ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു എഫർവെസൻസ് ഉണ്ടെങ്കിൽ അവിടെ catalase enzyme producing organisms are present. ഇതാണെങ്കിൽ നെഗറ്റീവ് ആണ്, കാരണം ഇവിടെ എഫർവെസൻസ് ഉണ്ടായിട്ടില്ല. സോ ഹിയർ ഓൾസോ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സൊല്യൂഷൻ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് അവിടെ നമ്മൾ ഓർഗാനിസം ഇനോക്കുലേറ്റ് ചെയ്യാണ്. ഈ ഒരു എഫർവെസൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഓക്സിജൻ ഇസ് പ്രൊഡ്യൂസ്ഡ്, ദാറ്റ് ഇസ് ദർ ഇസ് എ റിയാക്ഷൻ ബൈ catalase enzyme with the hydrogen peroxide solution, hydrogen peroxide. This is negative reaction. ഇവിടെ ഓക്സിജൻ പ്രൊഡക്ഷൻ ഇല്ല. അടുത്തത് ഓക്സിഡേസ് ടെസ്റ്റ് ആണ്. ഓക്സിഡേസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഓക്സിഡേസ് റിയേജന്റ് ഉള്ള ഒരു ഡിസ്ക് എടുക്കാം, ഓക്സിഡേസ് ഡിസ്ക് എടുക്കാം. ഇതിലേക്ക് നമ്മുടെ ഓർഗാനിസം ഇനോക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു വയലറ്റ് കളർ വരുവാണെങ്കിൽ ദാറ്റ് മീൻസ് ദ ഓർഗാനിസം ഇസ് ഓക്സിഡേസ് പോസിറ്റീവ് ആൻഡ് ഹിയർ ഇറ്റ് ഇസ് ഓക്സിഡേസ് നെഗറ്റീവ്. പിന്നെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ICUT, that is indole, citrate, urease and TSI test. So here indole test എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ സസ്പെൻഷനിലേക്ക് നമ്മൾ ഇൻഡോൾ റിയേജന്റ് ആഡ് ചെയ്യാണ്. സോ ഈ ഇൻഡോൾ റിയേജന്റ് ആഡ് ചെയ്യുമ്പോൾ ഒരു റിയാക്ഷൻ നടന്ന് ഒരു റെഡ് റിംഗ് ഈ ഒരു ജംഗ്ഷനിൽ ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇൻഡോൾ ടെസ്റ്റ് പോസിറ്റീവ്. അതേസമയം ഒരു ക്ലിയർ ആയിട്ടുള്ള റെഡ് കളർ റിയാക്ഷൻ ഇല്ല എങ്കിൽ ഇറ്റ് ഇസ് നെഗറ്റീവ് ഇൻഡോൾ റിയാക്ഷൻ. അടുത്തത് സിട്രേറ്റ് യൂട്ടിലൈസേഷൻ ടെസ്റ്റ് ആണ്. സിട്രേറ്റ് യൂട്ടിലൈസേഷൻ ടെസ്റ്റിൽ സിട്രേറ്റ് കണ്ടെയ്നിങ് മീഡിയ യൂസ് ചെയ്തിട്ട് ഈ സിട്രേറ്റിനെ ഓർഗാനിസം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ടെസ്റ്റ് ആണ്. സോ സോഡിയം സിട്രേറ്റ് ഉള്ള മീഡിയ ആയിരിക്കും. അവിടെ റിയാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രഷ്യൻ ബ്ലൂ കളറിലുള്ള റിയാക്ഷൻ നടന്നിട്ടുണ്ടാവും. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് പോസിറ്റീവ് റിയാക്ഷൻ. യൂറിയ ഹൈഡ്രോളിസിസ് ഇസ് അനദർ ടെസ്റ്റ് വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ്. യൂറിയസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു യെല്ലോ കളറിലുള്ള മീഡിയ ആണ് നമുക്ക് ഒറിജിനലി യൂറിയ ഹൈഡ്രോളിസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന മീഡിയ. ഇതിലേക്ക് ഓർഗാനിസം ഇനോക്കുലേറ്റ് ചെയ്ത് ഈ ഒരു പിങ്ക് കളറിലേക്ക് മാറുവാണെങ്കിൽ ദാറ്റ് മീൻസ് ദ ഓർഗാനിസം ഹൈഡ്രോലൈസിസ് യൂറിയ. അടുത്ത ടെസ്റ്റ് TSI ആണ്. TSI എന്ന് പറയുന്നത് ട്രിപ്പിൾ ഷുഗർ അയൺ ടെസ്റ്റ് ആണ്. സോ ഇതിനകത്ത് ട്രിപ്പിൾ ഷുഗർ 3 ഷുഗേഴ്സ് ഉണ്ട്, ഗ്ലൂക്കോസ്, ലാക്ടോസ്, സുക്രോസ്. സോ ഈ 3 ഷുഗേഴ്സിന്റെ ഫെർമെന്റേഷൻ അല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ട്രിപ്പിൾ ഷുഗർ അയൺ ടെസ്റ്റ്. ഹിയർ യു ക്യാൻ സി ഒരു യെല്ലോ കളറിലേക്ക് മീഡിയ ചേഞ്ച് ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ നല്ല ഫെർമെന്റേഷൻ, എല്ലാ ഷുഗേഴ്സും ഫെർമെന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഗ്യാസ് പ്രൊഡക്ഷൻ ഇസ് ദർ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ബ്രേക്കേജ്, മീഡിയന്റെ ഇടയിൽ ഒരു ബ്രേക്ക് വന്നിട്ടുള്ളത്. സോ ഇറ്റ് ഇസ് ട്രിപ്പിൾ ഷുഗർ അയൺ. ഇത് മീഡിയ കംപ്ലീറ്റ്ലി ആസിഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഈ ഒരു റെഡ് കളറും കൂടെ ഉണ്ടെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൈഡ്രജൻ സൾഫൈഡ് ഓർ H2S പ്രൊഡക്ഷൻ. ആൻഡ് ഇതിനെ ആൽക്കലൈൻ റിയാക്ഷൻ എന്നാണ് പറയുക. ദിസ് ഇസ് ദ ഒറിജിനൽ മീഡിയ യൂസ്ഡ് ഫോർ TSI. ആൻഡ് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം അല്ലെങ്കിൽ ഗ്രാം പോസിറ്റീവ് കോക്കയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന ബയോകെമിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊയാഗുലേസ് ടെസ്റ്റ് ആണ്. കൊയാഗുലേസ് ടെസ്റ്റ്. പിന്നെ ക്യാമ്പ് എന്ന് പറയുന്നത് ക്രിസ്റ്റി അറ്റ്കിൻസ് മഞ്ച് പീറ്റേഴ്സൺ ടെസ്റ്റ് ആണ്. കൂടാതെ ബൈൽ എസ്കുലിൻ ഹൈഡ്രോലൈസിസ്, ബൈൽ സോല്യുബിലിറ്റി ടെസ്റ്റ്, ഇതൊക്കെ തന്നെ ഗ്രാം പോസിറ്റീവ് കോക്കായിനെ ഐഡന്റിഫൈ ചെയ്ത് ഡിഫറെന്റ് ഓർഗാനിസംസ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ്. ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് ഉണ്ട്. നമുക്ക് മാനുവലി ഇതേപോലെ ഓരോ റിയാക്ഷൻസും ചെയ്യാതെ നമുക്ക് ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് യൂസ് ചെയ്ത് നമുക്ക് ഫാസ്റ്റർ റിസൾട്ട്സും ആയിരിക്കും, അക്യുറേറ്റും ആയിരിക്കും. ഇങ്ങനെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് അവൈലബിൾ ആണ്, ലൈക്ക് മാൽഡിറ്റോഫ്.
മാട്രിക്സ് അസിസ്റ്റഡ് ലേസർ ഡിസോപ്ഷൻ അയണൈസേഷൻ ടൈം ഓഫ് ലൈറ്റ് എന്ന് പറയാം. മാൽഡിറ്റോഫ് അതേപോലെ വൈറ്റെക് 2 ഇതൊക്കെ നമുക്ക് ഓട്ടോമേറ്റഡ് ആയിട്ട് ഈ ഓർഗാനിസംസിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് ആണ്. ഇത്രയും കഴിഞ്ഞ് നമുക്ക് ഓർഗാനിസംസിനെ ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ആണ്. ഇതിനെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പറയാൻ കാരണം ദിസ് ഇസ് ദ ടെസ്റ്റ് വിച്ച് ഗൈഡ് ദ ക്ലിനിഷ്യൻ ഇൻ ടൈലറിംഗ് ദ പാത്തജൻ ഡയറക്റ്റഡ് തെറാപ്പി. ഏതാണ് പാത്തജൻ എന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിൻ്റെ റെസിസ്റ്റൻസ് പാറ്റേൺ എങ്ങനെയാണ് എന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തെറാപ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടെസ്റ്റാണ് ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ്. അത് 4 തരത്തിലുണ്ട്. ഡിഫ്യൂഷൻ ടെസ്റ്റ്, ഡൈല്യൂഷൻ ടെസ്റ്റ്, എപ്സിലോമീറ്റർ ടെസ്റ്റ് ഓർ ഇ ടെസ്റ്റ്. ഇതൊക്കെ തന്നെ നമുക്ക് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റും അവൈലബിൾ ആണ്. So there are several antimicrobial susceptibility testing. Phenotypic methods are there, dilution, diffusion, epsilometer എന്നൊക്കെ പറയുന്ന and also automated devices. പിന്നെ നമുക്ക് മോളിക്കുലർ ബേസ്ഡ് ആയിട്ട് PCR ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ റെസിസ്റ്റൻസ് പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാം. കൂടാതെ മാസ് സ്പെക്ട്രോമെട്രി യൂസ് ചെയ്യുന്ന മാൽഡിറ്റോഫ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. സോ ഇതിൽ ഡിഫ്യൂഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഡിസ്ക് ഡിഫ്യൂഷൻ ടെസ്റ്റ് ആണ്. കിർബി ബോർ മെത്തേഡ് ആണ് ഏറ്റവും മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഹിയർ നമ്മൾ ബാക്ടീരിയൽ ഗ്രോത്ത് ലോൺ കൾച്ചർ ചെയ്യുക, ബാക്ടീരിയൽ സസ്പെൻഷൻ, അതിലേക്ക് ആൻറ്റിബയോട്ടിക് ഡിസ്ക് ആഡ് ചെയ്യുക. And after overnight incubation, there will be a zone of inhibition that is measured with the scale and compared with the standard chart. This is how we identify the antibiotic sensitivity pattern. Muller, Hinton, Agar എന്ന മീഡിയ ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടായിരിക്കും, ഇവിടെ ആൻറ്റിബയോട്ടിക് ഡിസ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിന് ചുറ്റിലും വരുന്ന ഇൻഹിബിഷൻ സോൺ ഓഫ് ഇൻഹിബിഷൻ എത്രയാണെന്ന് നമ്മൾ മെഷർ ചെയ്ത് ഈ ഒരു സ്റ്റാൻഡേർഡ് ചാർട്ടുമായിട്ട് മെഷർ ചെയ്ത് അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് അത് സസെപ്റ്റബിൾ ആണോ, ഇന്റർമീഡിയറ്റ് ആണോ, റെസിസ്റ്റന്റ് ആണോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ സസെപ്റ്റബിൾ, ഇന്റർമീഡിയറ്റ്, റെസിസ്റ്റന്റ് എന്ന് പറയുന്നത് സസെപ്റ്റബിൾ മീൻസ് ഇറ്റ് ഇസ് ക്ലിനിക്കലി ഇഫക്റ്റീവ് വെൻ യൂസ്ഡ് ഇൻ സ്റ്റാൻഡേർഡ് തെറാപ്യൂട്ടിക് ഡോസ്. സസെപ്റ്റബിൾ ആണെങ്കിൽ നമുക്ക് ആ ഡ്രഗ് നമുക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യാം. ഇന്റർമീഡിയറ്റ് എന്ന് വെച്ചാൽ നോട്ട് ക്ലിനിക്കലി ഇഫക്റ്റീവ്, മേ ബി ആക്റ്റീവ് ഇൻ ഇൻക്രീസ്ഡ് ഡോസ്. നമ്മൾ കുറച്ച് കൂടുതൽ ഡോസ് ചിലപ്പം ഈ ഒരു ഡ്രഗ് കൊടുക്കേണ്ടി വരും. അതേസമയം റെസിസ്റ്റന്റ് ആണെങ്കിൽ നോട്ട് ക്ലിനിക്കലി ഇഫക്റ്റീവ്, ആ ഒരു ഡ്രഗ് കൊടുത്തിട്ട് നമുക്ക് കാര്യമില്ല എന്ന് നമുക്ക് ലബോറട്ടറിയിൽ വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ടെസ്റ്റാണ് ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ്, കിർബി ബോർ ടെസ്റ്റ്. ആൻഡ് ഡൈല്യൂഷൻ ടെസ്റ്റ് ആർ ദർ. ഡൈല്യൂഷൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് നമുക്ക് കോൺസെൻട്രേഷൻ മനസ്സിലാക്കാം, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. സോ ഇതൊരു സീരിയൽ ഡൈല്യൂഷൻ ഓഫ് ഓർഗാനിസംസ് ഉണ്ടാക്കുക, അതിലേക്ക് നമ്മൾ ഡ്രഗിന്റെ കോൺസെൻട്രേഷനും കൂടെ ആഡ് ചെയ്യുക. സോ ലോവസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഡ്രഗ് ദാറ്റ് വിൽ ഇൻഹിബിറ്റ് ദ വിസിബിൾ ഗ്രോത്ത് ഓഫ് ഓർഗാനിസം ഇസ് കൺസിഡേർഡ് ആസ് മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ. സോ ഇത് ക്വാണ്ടിറ്റേറ്റീവ്ലി അതിന്റെ കോൺസെൻട്രേഷൻ, ലോവസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഡ്രഗ് ദാറ്റ് ഇൻഹിബിറ്റ് ദ വിസിബിൾ ഗ്രോത്ത് ഓഫ് ഓർഗാനിസം, ഓർഗാനിസംസിന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഏറ്റവും ലോവസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഡൈല്യൂഷൻ ടെസ്റ്റ് യൂസ് ചെയ്യാം. ഇത് തന്നെ ബ്രോത്തിലും ചെയ്യാം, അഗറിലും ചെയ്യാം. ബ്രോത്ത് എന്ന് വെച്ചാൽ ലിക്വിഡ് മീഡിയ ആണ്. സോ ബ്രോത്തിൽ ചെയ്യുവാണെങ്കിൽ അത് ബ്രോത്ത് ഡൈല്യൂഷൻ. ഇത് തന്നെ നമുക്ക് മാക്രോ ഡൈല്യൂഷൻ ആൻഡ് മൈക്രോ ഡൈല്യൂഷൻ ചെയ്യാം. മാക്രോ ഡൈല്യൂഷൻ എന്ന് വെച്ചാൽ നമുക്ക് ടെസ്റ്റ് ട്യൂബിൽ ചെയ്യുവാണെങ്കിൽ അത് മാക്രോ ഡൈല്യൂഷൻ. ആൻഡ് മൈക്രോ ഡൈല്യൂഷൻ ആണെങ്കിൽ നമ്മൾ മൈക്രോ ടൈറ്റർ വെല്ലിൽ ചെയ്യുവാണെങ്കിൽ അത് മൈക്രോ ഡൈല്യൂഷൻ. ഇതേപോലത്തെ ചെറിയ വളരെ മൈക്രോ ലിറ്റേഴ്സ് എടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇസ് മൈക്രോ ഡൈല്യൂഷൻ. ആൻഡ് അഗർ ഡൈല്യൂഷൻ നമ്മൾ പെട്രി പ്ലേറ്റ്സിൽ സോളിഡ് മീഡിയയിലായിരിക്കും നമ്മൾ അഗർ ഡൈല്യൂഷൻ ചെയ്യുക. ഇവിടെയും നമുക്ക് MIC കണ്ടുപിടിക്കാൻ പറ്റും, മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് എപ്സിലോമീറ്റർ ടെസ്റ്റ് ഇസ് ദർ. ഇവിടെ നമ്മളൊരു അബ്സോർബൻ സ്ട്രിപ്പാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഗ്രാഡിയൻസ് ഉണ്ടാവും, അതായത് ആൻറ്റിബയോട്ടിക് കോൺസെൻട്രേഷൻസ് ഇൻക്രീസിങ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഡിസെൻഡിങ് കോൺസെൻട്രേഷനിലായിരിക്കും. ഇതും മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്ന മെത്തേഡാണ്. ഇവിടെ ബൂത്ത് ഡിഫ്യൂഷൻ മെത്തേഡും ഡൈല്യൂഷൻ ടെസ്റ്റും ഒരുമിച്ച് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഈ ഒരു എപ്സിലോമീറ്റർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഓർഗാനിസം ഗ്രോ ചെയ്തിട്ടുണ്ട്, അതേസമയം ഈ ഒരു സോൺ ഓഫ് ഇൻഹിബിഷനും കൂടെ നമുക്ക് ഇവിടെ കാണാം. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ. സോ ദീസ് ആർ ഓൾ യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ ബാക്ടീരിയ ഇൻ ദ ലബോറട്ടറി. താങ്ക് യു.